മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് 3 പ്രത്യേകതകൾ നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒന്ന്, എ സൗണ്ട് മൈൻഡ്, നല്ലൊരു മനസ്സ് കൊടുത്താണ്, മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്തൊരു മനസ്സ് കൊടുത്താണ് ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനാണ് ഈ നല്ല മനസ്സ് കൊടുത്തത്? ടു നോ ഗോഡ്, അവൻ്റെ ദൈവത്തെ അവൻ അറിയണം, ആരാകുന്നു നിൻ്റെ സൃഷ്ടിതാവെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു നല്ല മനസ്സ് കൊടുത്തു. രണ്ടാമത് ദൈവം കൊടുത്ത് സൃഷ്ടിച്ചതാണ് ഇമോഷൻസ്, വികാരങ്ങൾ. ചിരിയും കരച്ചിലും അല്ലെങ്കിൽ വിഷമവും സങ്കടവും ഒക്കെ നമ്മുടെ ഇമോഷൻസാണ്. ദൈവം ഈ ഇമോഷൻസ് മനുഷ്യന് കൊടുത്തത് ടു ലവ് ഗോഡ്. ഈ ദൈവത്തെ നീ സ്നേഹിക്കണം. ഈ ദൈവത്തെ നീ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ആ ഇമോഷൻസ് മനുഷ്യന് കൊടുത്ത്. അടുത്ത മൂന്നാമതൊരു കാര്യം കൂടെ ദൈവം കൊടുത്തു, വിൽ, അല്ലെ ഇച്ഛാശക്തി. എന്തിനാണ് ദൈവം ഇത് കൊടുത്തത്? ചൂസ് ടു ഒബേ ഗോഡ്. ദൈവത്തെ അനുസരിക്കുന്നതിന് നീ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ കുറച്ച് റോബോട്ട് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഇത്രയും റോബോട്ട് കുഞ്ഞുങ്ങളെ ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവം പറയുന്നതല്ലാതെ നിങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിച്ചതല്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ റോബോട്ടായിരുന്ന സ്ഥിതി എന്തോ ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ദൈവം പറയുന്നത് മാത്രം കേട്ടങ്ങനെ നിൽക്കും. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അതല്ല. നിനക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി തന്നു. എന്നിട്ട് നീ നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ ദൈവം വെച്ചു. എന്നിട്ട് നീ നന്മ തിരഞ്ഞെടുക്കണമെന്ന് ഈ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെയാണ് ദൈവം ഈ 3 കാര്യം നമുക്ക് തന്നത്. അപ്പോൾ ഇതൊരു വലിയ നിത്യ സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്.